ഹായ്, എല്ലാവർക്കും ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ ഇന്നത്തെ ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത്, പിന്നെ ഇന്നലത്തെ ന്യൂസ് പേപ്പറുണ്ട്. അപ്പൊ ആദ്യത്തെ ന്യൂസിലേക്ക് പോകുമ്പോൾ ആദ്യം എന്ന് പറയുന്നത് വീണ്ടും മണിപ്പൂരിൽ കുറച്ച് കലാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമുക്കറിയാം. കുറെ കാലങ്ങളായിട്ട് അവിടെ അതാണ്. അത് റിപ്പീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. CRPFന്റെ 1-2 ജവാന്മാരെയൊക്കെ മിനിഞ്ഞാന്നൊക്കെ അവിടെ കില്ല് ചെയ്യുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായി. അപ്പൊ അതിനെ കുറിച്ചുള്ളൊരു ന്യൂസാണ്. പിന്നീട് അതിനെ കണ്ടിന്യൂ ചെയ്ത് വീണ്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതാണ്, അതിൽ വേറെ ഒന്നും പറയാനില്ല. പക്ഷെ ഇതിലൊരു വലിയ ന്യൂസ് ഉള്ളത് NHRC അക്രഡിറ്റേഷൻ സ്റ്റാറ്റസ് ഫേസസ് റിവ്യൂ ഇൻ ജനീവ ദിസ് വീക്ക് എന്നാണ്. NHRC നമുക്ക് എല്ലാവർക്കും അറിയാം, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഇന്ത്യയിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് NHRC, അല്ലെങ്കിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ താഴെ ഓരോ സ്റ്റേറ്റുകളിലും സ്റ്റേറ്റ് HRCs ഉണ്ട്. SHRC എന്ന് പറയും, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. കേരളത്തിലുണ്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പൊ ടോപ്പിലുള്ളത് NHRC ആണ്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇത് സംഭവം വേറൊന്നുമല്ല. NHRCക്ക് A റേറ്റിംഗ് ആണ് വേൾഡിൽ. A റേറ്റിംഗ് ഉണ്ട്, B റേറ്റിംഗ് ഉണ്ട്, അങ്ങനെ പല പല റേറ്റിംഗ് ഉണ്ട് ഓരോ രാജ്യത്തെയും ഏജൻസിയൊക്കെ. അപ്പൊ ഈ ഇന്ത്യയുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത്, അല്ലെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വച്ചേക്കുന്നതിനകത്ത് പോലീസ് പേഴ്സണൽസിന്റെ ഒക്കെ പ്രസൻസ് ഉണ്ട്. അതൊന്നും പാടില്ല. അതുപോലെ ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് ഉണ്ടാവുന്ന രീതിയിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് യുണൈറ്റഡ് നേഷൻസിന്റെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ, UNHRC, UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഇത് റിവ്യൂ ചെയ്യും. ഇന്ത്യയിൽ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളുടെയും അവിടെ ഇതുപോലുള്ള ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അവര് റിവ്യൂ ചെയ്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞ A റേറ്റിംഗും B റേറ്റിംഗും കൊടുക്കുന്നത്. അപ്പൊ ഇന്ത്യക്ക് ഇപ്പൊ A റേറ്റിംഗ് ആണ്, നിലവിൽ A റേറ്റിംഗ് ആണ്. പക്ഷെ ചില അവര് ഡിസ്ക്രിപ്പൻസീസ് ചിലതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒഴിവാക്കിയില്ലെങ്കിൽ A റേറ്റിംഗ് പോയി B റേറ്റിംഗ് ആയി പോകും. A റേറ്റിംഗ് പോയി B റേറ്റിംഗ് ആയാൽ UN ജനറൽ അസംബ്ലിയിൽ പല മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ഇന്ത്യക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് നഷ്ടപ്പെടും. NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് നഷ്ടപ്പെടും. അപ്പൊ അതിന്റെ ഒരു അസസ്മെന്റ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുടെയും ഈ പറഞ്ഞ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ റേറ്റിംഗ് കൊടുക്കുന്നത്, അത് നിലവിലുള്ള റേറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുള്ള റിവ്യൂ, അതൊക്കെയാണ് ഇപ്പൊ ജനീവയിൽ വെച്ച് നടക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ത്യക്ക് ഇപ്പം NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ റേറ്റിംഗ് എന്താണ്? A റേറ്റിംഗ് ആണ്. പക്ഷെ ഇത് B റേറ്റിംഗ് ആയപ്പോൾ ഒരു ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിൽ അറിയേണ്ട മറ്റൊരു കാര്യം, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സണായിട്ട് എപ്പോഴും വരുന്ന സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ജഡ്ജ് ആയിരിക്കും. സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ഒരു ജഡ്ജ് ആയിരിക്കും എപ്പോഴും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. ഇപ്പോഴത്തെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ഇതുപോലെ റിട്ടയർ ആയ അരുൺകുമാർ മിശ്രയാണ്. അരുൺകുമാർ മിശ്രയാണ് ഇപ്പോഴത്തെ NHRCയുടെ ചീഫ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയാണ് അവിടെ പറയാനുള്ള. ബാക്കി പിന്നെ ഇവിടെ ഒരു കാര്യം ഉണ്ട്, അത് പിന്നെ അകത്തെ പേജിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഇന്ത്യസ് ചൈനീസ് ഇമ്പോർട്ട് ബിൽ അപ്പ് 2.3 times in 15 years. കഴിഞ്ഞ 15 വർഷം കൊണ്ട് ചൈനയിൽ നിന്നുള്ള ഇന്ത്യയിലേക്കുള്ള ഇമ്പോർട്ട്, ഇന്ത്യയിലേക്ക് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് 15 വർഷം കൊണ്ട് 2.3 times ആയെന്നാണ്. അപ്പൊ അത് ഇപ്പോഴും അതിലേക്ക് പോകുന്നില്ല, ഞാൻ പിന്നീട് അതിലേക്ക് പോയിക്കോളാം. ഇത്രയാണ് ആ പേജിൽ. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഒരു ന്യൂസ് നമുക്ക് ആവശ്യമുള്ളതല്ല. ഒരു ന്യൂസ്, ജഗൻമോഹൻ റെഡ്ഡിയുടെ ഒരു പേര് ഇവിടെ ഉണ്ട്. ജഗൻമോഹൻ റെഡ്ഡി ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് ജഗൻമോഹൻ റെഡ്ഡി. ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്. ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുമെന്നൊക്കെ ഇനി ഫ്യൂച്ചറിൽ അറിയാം. കാര്യം ഇപ്പൊ അവിടെ ഇലക്ഷൻ നടക്കുവാണ്. അപ്പം അവിടെ നിയമസഭാ ഇലക്ഷൻ അതിന്റെ കൂടെ നടക്കുന്നുണ്ട്. അപ്പം ചിലപ്പോൾ ജഗൻമോഹൻ റെഡ്ഡി തന്നെ അവിടെ വീണ്ടും വന്നുകൂടാതില്ല. ജഗൻമോഹൻ റെഡ്ഡിയാണ് ആന്ധ്രയുടെ ചീഫ് മിനിസ്റ്റർ. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഉത്തരാഖണ്ഡ്, ഇന്ത്യയിലെ ഇപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. ഉത്തരാഖണ്ഡ് ഇന്നലത്തെ പത്രത്തിലെ മെയിൻ ന്യൂസ് അതിനെ കുറിച്ച്. അതിലേക്ക് പോകുമ്പോൾ ഞാൻ അത് പറയാതിരുന്നതാണ്. ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ്, പക്ക നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ്. ഇന്ത്യയിൽ ദേവഭൂമി എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിനെ ദേവഭൂമി എന്നറിയപ്പെടുന്നത്. അതുപോലെ ഉത്തരാഖണ്ഡിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഉത്തരാഖണ്ഡാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ സ്റ്റേറ്റ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ സ്റ്റേറ്റ് ഏതെങ്കിലും ഒരു എക്സാമിന് ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിലെ ചീഫ് മിനിസ്റ്റർ പുഷ്കർ സിംഗ് ധാമി. ഈ ദേവഭൂമി എന്ന് വിളിക്കാൻ കാരണം ഹിന്ദുയിസമായിട്ട് ബന്ധപ്പെട്ട പല റിലീജിയസ് പ്ലേസസ്, ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദരിനാഥ്, അങ്ങനെ എല്ലാം അവിടെയാണ്. അപ്പം ഇതിന് നാലിനെയും കൂടെ ചേർത്ത് ചാർദം എന്നാണ് പറഞ്ഞത്. ഈ ചാർദം എന്ന് പറയുന്നൊരു
പിൽഗ്രിമേജ് തന്നെയുണ്ട് ഈ 4 ക്ഷേത്രങ്ങളിലേക്കുള്ള കേദാർനാഥ്, ബദരിനാഥ്, ഗംഗോത്രി, യമുനോത്രി. ഓക്കെ, അപ്പം ദേവഭൂമി. അപ്പൊ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടെന്നതല്ല, അവിടെ ഇപ്പം ഭയങ്കര ഫോറസ്റ്റ് ഫയർ ഉണ്ടായി. ഹെക്ടേഴ്സ് ഓഫ് ഫോറസ്റ്റ് കത്തി നശിച്ചുകൊണ്ടിരിക്കുക. പൂർണ്ണമായിട്ട് ആ ഫയർ അണയ്ക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ വലിയ ന്യൂസുകൾ പത്രങ്ങളിലൊക്കെ വരുന്നുണ്ട്, അതുപോലെ മറ്റ് മീഡിയാസിലും. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പോ ഇവിടെ രേവന്ത് റെഡ്ഡിയുടെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. രേവന്ത് റെഡ്ഡി ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ ആണ് രേവന്ത് റെഡ്ഡി. ഇപ്പൊ എത്രയാണ് ആ പേജ്? അതിനടുത്ത പേജ് പോകുമ്പോ ഒന്നും വേണ്ട, ഈ പേജിലെ ന്യൂസുകളൊന്നും വേണ്ട. ഇനി നമ്മൾ അതിനടുത്ത പേജ് എഡിറ്റോറിയൽ പേജാണ്, നമുക്കത് ആവശ്യമുള്ളതാണ്. അവിടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആദ്യത്തെ എഡിറ്റോറിയൽ നോക്കാം. ആദ്യത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ടേൺ ഔട്ട് ആൻഡ് ട്രോപ്സ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ ടേൺ ഔട്ട് ആൻഡ് ട്രോപ്സ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ, ഇലക്ഷൻ 2 ഫേസ് കഴിഞ്ഞ് നമുക്കറിയാം. 19th ഈ ലോക്സഭ 18th ലോക്സഭയെ ഇലക്ട് ചെയ്യുന്നതിനുള്ള, ഇപ്പൊ ഇനി വരാൻ പോകുന്ന ലോക്സഭ എത്രാമത്തെ ലോക്സഭയാണ്? 18th ലോക്സഭ. 18th ലോക്സഭയെ ഇലക്ട് ചെയ്യുന്നതിനുള്ള ഫസ്റ്റ് ഫേസ് ഓഫ് ഇലക്ഷൻ കഴിഞ്ഞത് 19ാം തീയതി ആയിരുന്നു, April 19th. അത് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും വോട്ട് ചെയ്തത് April 26th. ഈ 2 ഫേസിലും കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഇലക്ഷനിൽ സബ്സ്റ്റാൻഷ്യലി വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു. ഈവൻ കേരളത്തിൽ പോലും, കേരളത്തിൽ വളരെ എൻതൂസിയാസ്റ്റിക് വോട്ട് ചെയ്യുന്ന, വളരെ പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ള ആൾക്കാരുള്ള സ്റ്റേറ്റ് ആണ്. ബട്ട് സ്റ്റിൽ in almost all the constituencies the voting percentage has substantially decreased from the previous election. അപ്പം അതിനുള്ള കാരണങ്ങളാണ് ഇവിടെ ഈ എഡിറ്റോറിയലിൽ പറയുന്നത്. ഒരു കാരണമായിട്ട് പറയുന്നത് വെച്ചാൽ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് പറയുന്ന ഹീറ്റ് വേവിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. കേരളത്തിൽ തന്നെ പാലക്കാട്, തൃശ്ശൂർ, കൊല്ലം പോലുള്ള മേഖലകളിൽ ഹീറ്റ് വേവ് ഉണ്ടാവുമെന്നും, കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ടെമ്പറേച്ചർ അപ്പോൾ 41.5 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എനിക്കൊന്ന് പാലക്കാട് കണ്ടൊക്കെ രേഖപ്പെടുത്തിയെന്നൊക്കെ IMD, ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കാലാവസ്ഥ നിരീക്ഷണ പ്രഡിക്ഷൻ ഉണ്ട്. ദാറ്റ് വിൽ ബി വൺ റീസൺ. പക്ഷെ മറ്റൊരു റീസൺ ചിലതൊക്കെ പറയുന്നത് വെച്ചാൽ, BJP തന്നെ വീണ്ടും തുടരും എന്ന് എല്ലാ ഒപ്പീനിയൻ പോൾസും പറയുന്നത് കൊണ്ട് അവരുടെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാർ പോലും ഈ ഒരു കോംപ്ലാസൻസി കാണിച്ച് വോട്ട് ചെയ്യാൻ കറക്റ്റായിട്ട് വരുന്നില്ല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷെ ഇതിനകത്ത് പറയുന്നത് അങ്ങനെയല്ല. ഈ 2019 BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടിംഗ് പെർസെൻറ്റേജ് അവരെ കിട്ടിയ ഒരു വർഷമാണ്. അതുപോലെ തന്നെ അവരുടെ ഏറ്റവും വലിയ ചരിത്രത്തിലെ ഭൂരിപക്ഷം കിട്ടിയ വർഷമാണ് 2019. ആ സമയത്ത് വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള വോട്ടേഴ്സ് കടന്നു വരികയും വോട്ടർ ടേൺ ഔട്ട് ഉണ്ടാവുകയും അത് BJPയെ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വോട്ടർ ടേൺ ഔട്ട് കുറയുന്നത് ഒരുപക്ഷെ BJPക്ക് വറിക്ക് കാരണമാവണം. BJPയുടെ തന്നെ ആക്റ്റീവ് സപ്പോർട്ടേഴ്സ് പലരും വോട്ട് ചെയ്യാൻ പലപ്പോഴും വരുന്നില്ല എന്നൊരു സിറ്റുവേഷൻ ഉള്ളതായിട്ട് സംശയമുണ്ട് എന്ന് ഈ ഹിന്ദുവിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ BJPക്ക് അത് കുറച്ച് അവരെ പേടിപ്പിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ BJPയുടെ സ്റ്റാർ ക്യാമ്പയിനറും ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് പൊളിറ്റീഷ്യനുമായ നരേന്ദ്രമോദി ഡിവിസീവ് ആയിട്ടുള്ള സ്ലോഗൻസും ഒക്കെ ആയിട്ട് പോകാൻ തുടങ്ങുന്നതും, അതുപോലെ കോൺഗ്രസ് എന്ന് പറയുന്ന അവരുടെ മെയിൻ ചലഞ്ചറിന്റെ മാനിഫെസ്റ്റോയെ എടുത്തിട്ട് ആ ഇലക്ഷൻ മാനിഫെസ്റ്റോയുടെ അടിസ്ഥാനത്തിൽ അവർ അറ്റാക്ക് ചെയ്യുന്നതും, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇന്ത്യയുടെ റിസോഴ്സസ് എല്ലാം തീരെഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ശ്രമിക്കുന്നത്. അങ്ങനെയൊക്കെ അവർ എന്നൊക്കെയാണ് അദ്ദേഹം അലിഗേഷൻ ഉന്നയിച്ചേക്കുന്നത്. ആ അലിഗേഷന്റെ കാര്യം തന്നെ ഒരു ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു വലിയൊരു ഇവരുടെ ഒരു സ്ലോഗൻ ഉണ്ട്. അതിൽ വിശ്വസിക്കുന്ന ഒരു വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട്, ഇവരുടെ കോർ സപ്പോർട്ടേഴ്സ്. ഈ സപ്പോർട്ടേഴ്സ് ഒക്കെ വോട്ട് ചെയ്യാൻ വരാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ഈ ഒരു കമ്മ്യൂണൽ പാഷൻ ഉയർത്തി വിട്ടിട്ട് ഇവരുടെ ആക്റ്റീവ് സപ്പോർട്ടേഴ്സിനെ എല്ലാവരെയും പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുവരാനും അങ്ങനെ അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉയർത്താനും ഒക്കെ ഉള്ള ഒരു ശ്രമമായിരിക്കാം. പിന്നീട് കോൺഗ്രസിന് എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്ന് ഇപ്പോൾ യാതൊരു പ്രസൻസും ഇല്ലാത്തൊരവസ്ഥയിലാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സൗത്ത് ഇന്ത്യയിലാണ് അവർക്ക് മെയിനായിട്ട് കുറച്ച് സീറ്റുകൾ കിട്ടുന്നത്. നോർത്ത് ഇന്ത്യയിൽ അവർക്ക് കിട്ടാതായതിന്റെ കാരണമൊക്കെ പറഞ്ഞുള്ളൂ. നോർത്ത് ഇന്ത്യയിൽ അവർക്ക് ഒരു കാലഘട്ടത്തിൽ BJPയുടെ ഹിന്ദുത്വ പൊളിറ്റിക്സ്, അതിനു മുമ്പ് കുറച്ചു കാലം റിസർവേഷൻ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. റിസർവേഷൻ പൊളിറ്റിക്സിന്റെ സമയത്താണ് ലാലു പ്രസാദ് യാദവ്, മുലായം സിംഗ് യാദവ്, അങ്ങനെ കുറെ യാദവന്മാരുടെ പാർട്ടിയൊക്കെ അവിടെ വരുന്നത്. ആ പാർട്ടികളൊക്കെ കോൺഗ്രസിന്റെ വോട്ട് ബേസ്, OBC വോട്ട് ബേസ് ഒക്കെ മൊത്തം കൊണ്ടുപോയി. അപ്പൊ ഇപ്പൊ പതുക്കെ കോൺഗ്രസ് കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ആയുധം കൊണ്ടുവന്ന് ആ ഒരു നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കാനൊക്കെ ശ്രമിക്കുകയാണ്. ഇത് BJPയുടെ OBC വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കുമെന്ന ഒരു പേടിയും BJPക്ക് ഉണ്ട്. ഇതെല്ലാം കൂടെ കൊണ്ടാണ് ഇവര് ഒപ്പം വോട്ടർ ടേൺ ഔട്ട് കുറയുന്നു. ഇതെല്ലാം കൂടെ കൊണ്ട് ഇതെല്ലാം ഉയർത്തിയെടുക്കാൻ വേണ്ടിയിട്ടും കോൺഗ്രസിന്റെ ആയുധങ്ങളുടെ മുനയൊടിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് മോഡിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളായ യോഗി ആദിത്യനാഥ്, ഉത്തർപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ, ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ ഹോം മിനിസ്റ്റർ അമിത് ഷാ, ഇവരെല്ലാവരും ഈ കമ്മ്യൂണൽ റെട്ടറിക്സിലേക്ക് പോകുന്നതെന്നും ഒക്കെയാണ് ഈ ഫസ്റ്റ് എഡിറ്റോറിയൽ പറയുന്നത്. ഓക്കെ, സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് വെച്ചാൽ പ്യൂർലി എക്കണോമിക് എഡിറ്റോറിയലാണ്. പക്ഷെ ഇതിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ. പക്ഷെ ഇതിന്റെ കോർ ഇത്രയേ ഉള്ളൂ.
നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസി എന്ന് പറയുന്ന സംഭവം 2 months കൂടുമ്പോൾ കൊണ്ടുവരുന്നതാണ്. ഈ ഏപ്രിലും അവർ മോണിറ്ററി പോളിസി ഇഷ്യൂ ചെയ്തു. പക്ഷേ മോണിറ്ററി പോളിസിയിൽ ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ട്രെൻഡ് എന്ന് പറയുന്നത്, മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ ഏപ്രിലിലെ മോണിറ്ററി പോളിസിയിലൊക്കെ വളരെ വലിയൊരു എംഫസിസ് എക്സ്ട്രീം വെതർ ഇവന്റ്സ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ഷോക്കിനൊക്കെ കൊടുത്തു. മുമ്പ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസികളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത്തരത്തിലുള്ള പ്രാധാന്യം ഈ എക്സ്ട്രീം വെതർ ഇവന്റ്സ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ഷോക്സിനൊന്നും കൊടുത്തിരുന്നില്ല. ഇപ്പോൾ ഇത് ലോകം മുഴുവനുള്ള അഡ്വാൻസ്ഡ് എക്കോണമീസിൽ ആ ഒരു ട്രെൻഡിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വെതർ ഷോക്സ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ഷോക്സ് പതുക്കെ രാജ്യങ്ങളുടെ പോളിസിയിലും എക്കണോമിക് പോളിസിയിലും പിന്നീട് ആ രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കുകളുടെ മോണിറ്ററി പോളിസീസിലും ഒക്കെ സ്ഥാനം പിടിക്കാൻ തുടങ്ങി. മുമ്പെന്ന് വെച്ചാൽ നമ്മൾ പ്യൂർലി ഇൻഫ്ലേഷന്റെ ബേസിസിൽ മാത്രമാണ് നമ്മളുടെ മോണിറ്ററി പോളിസി ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ മെയിൻലി റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് എന്താണ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മളുടെ RBIയുടെ മോണിറ്ററി പോളിസി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷെ ഒപ്പം തന്നെ അവർ കുറച്ചുകൂടെ ക്ലൈമറ്റ് ഷോക്കുകൾ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. 2070 കൂടി നമ്മൾ കാർബൺ ന്യൂട്രൽ ആവുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. 2070 കൂടി കാർബൺ ന്യൂട്രൽ ആകുക, അതായത് നെറ്റ് സീറോ എമിഷൻ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് ഏതാണ്ട് $17 trillion നമുക്ക് വേണ്ടി വരും എന്ന് ആണ് അതിന്റെ കണക്കൂട്ടൽ എന്ന് പറയുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഈ എക്സ്ട്രീം ക്ലൈമറ്റ് ഷോക്സ് അല്ലെങ്കിൽ എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഫുഡ് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. സ്വാഭാവികമായിട്ടും നമ്മളുടെ ഫുഡിന്റെ ഔട്ട്പുട്ടിനെ അത് ബാധിക്കുകയും കാര്യം ഡ്രൗട്ട് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഫുഡ് ഇൻഫ്ലേഷൻ ഉണ്ടാകും. പക്ഷെ ഫുഡ് ഇൻഫ്ലേഷൻ മാത്രമല്ല, ഇതേ രീതിയിൽ ക്ലൈമറ്റിക് കണ്ടീഷൻസ് മുന്നോട്ട് പോവുകയും നമ്മൾ ഇതിനെ പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യുകയും ചെയ്യാതിരുന്നാൽ 2050 കൂടി ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഔട്ട്പുട്ടിൽ 9% ഡിസ്കൗണ്ട് 9% ഒരു ഡിഡക്ഷൻ ഉണ്ടാവും എന്നാണ് കണക്കൂട്ടൽ. ബൈ 2050 നമ്മൾ ഇത് കറക്റ്റായിട്ട് ഈ ക്ലൈമറ്റ് അല്ലെങ്കിൽ വെതർ ആയിട്ട് ബന്ധപ്പെട്ട ചേഞ്ചസ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ഷോക്സിന്റെ മിറ്റിഗേഷന് വേണ്ടിയിട്ടുള്ള എഫേർട്സുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയില്ലെങ്കിൽ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നീ പറഞ്ഞത്. പിന്നീട് ജൂലൈയിൽ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2022 സസ്റ്റൈനബിൾ ഫിനാൻസിനെ കുറിച്ചും ക്ലൈമറ്റ് റിസ്കിനെ കുറിച്ചൊക്കെ ഒരു ഡിസ്കഷൻ പേപ്പർ ഇറക്കിയതിനെ കുറിച്ചും അതിൽ നിന്ന് അങ്ങനെ ഇന്ത്യ എങ്ങനെ ഒരു ഗ്രീൻ എക്കോണമിയിലേക്ക് ട്രാൻസിഷൻ ചെയ്ത് പോകണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ഡിസ്കഷൻ പേപ്പർ 2022 തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇറക്കി. അത് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ ഈ $17 trillion വേണം ഇന്ത്യയുടെ നെറ്റ് സീറോ ആംബിഷൻ 2070 അച്ചീവ് എന്നുള്ളതാണ് നമ്മുടെ ആംബിഷൻ. അതൊക്കെ ഇത് പറയുന്നുണ്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ അതേസമയത്ത് നമ്മളുടെ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ PAs ആയ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയന്റെ എന്ന് പറയാൻ പറ്റില്ല, യൂറോ കറൻസി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള യൂറോപ്യൻ യൂണിയനിലെ ഏതാണ്ട് 10-20 രാജ്യങ്ങളുണ്ട്. അവരുടെ ബാങ്കാണ് ECB, യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്. ഈ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫ്രാങ്ക്ഫർട്ട് ആണെന്ന് ചെക്ക് ചെയ്തോളണം. ജർമ്മനിയിലാണ് ഫ്രാങ്ക്ഫർട്ട്. ഇപ്പൊ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്റെ വിശ്വാസം ഫ്രാങ്ക്ഫർട്ടിലാണെന്നാണ് ജർമ്മനിയിൽ ചെക്ക് ചെയ്തോളണം. അപ്പം ഇത് നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെ യൂറോ കറൻസി ഇറക്കുന്ന യൂറോ സോൺ എന്നാണ് അറിയപ്പെടുന്നത്. യൂറോപ്യൻ യൂണിയന്റെ അകത്ത് യൂറോ കറൻസി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ. യൂറോപ്യൻ യൂണിയന്റെ അകത്ത് എല്ലാ രാജ്യങ്ങളും യൂറോ കറൻസി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. യൂറോപ്യൻ യൂണിയനിൽ ഏതാണ്ട് 27 രാജ്യങ്ങളുണ്ട്, 27-28 രാജ്യങ്ങളുണ്ട്. അതിൽ 20 കൺട്രീസ് ആണെന്നാണ് എന്റെ ഓർമ്മ യൂറോ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. അവരെയാണ് യൂറോ സോൺ എന്ന് പറയുന്നത്. ആ യൂറോ സോണിന്റെ ബാങ്കാണ് ECB, യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്. അപ്പം അവര് ഓൾറെഡി ഒരു ഗ്രീൻ ടാക്സോണമി എന്നൊക്കെ പറഞ്ഞ് എൻ്റയർ യൂറോപ്പ് സോണിലും പിന്നീട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ഗ്രീൻ ടാക്സോണമി ഒന്നുമില്ല. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, അതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിഞ്ഞൂടെ. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പിന്നീട് പോളിസീസ് അഡോപ്റ്റ് ചെയ്യാത്ത കമ്പനീസ് അവരുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും അവരുടെ മാനുഫാക്ചറിങ് ടെക്നിക്സ് ഒന്നും ക്ലൈമറ്റ് ഫ്രണ്ട്ലി അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ടാക്സ് കൂടുതൽ വരും, ഗ്രീൻ ടാക്സ്. പക്ഷേ ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ പോളിസീസ് അഡോപ്റ്റ് ചെയ്യുന്ന കമ്പനീസിന് ടാക്സ് കുറഞ്ഞിരിക്കുക. അങ്ങനെ ഒരു എന്താ പറയുക പ്രോഗ്രസീവ് ആയിട്ടുള്ള ടാക്സ് സിസ്റ്റം, അതാണ് ഗ്രീൻ ടാക്സോണമി എന്ന് പറയുന്ന സംഭവം യൂറോ സോണിൽ. ഇതേപോലെ ASEAN, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, ഇന്ത്യയുടെ ഫ്രണ്ട് നേഷൻസ് ആണ് ASEAN എന്ന് പറയുന്ന അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. നമുക്കറിയാം സിംഗപ്പൂരും തായ്ലൻഡും ഫിലിപ്പൈൻസും കംബോഡിയയും മലേഷ്യയും വിയറ്റ്നാമും തായ്ലൻഡും ഫിലിപ്പൈൻസും ഒക്കെ വരുന്ന ഈ ASEAN. ഈ ASEAൻ്റെ അകത്തും ഇതുപോലെ ഒരു ഗ്രീൻ ടാക്സോണമി അവർ പിന്നീട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഒരു സിസ്റ്റം ഇന്ത്യക്ക് അകത്ത് കൊണ്ടുവരുന്നതിനെ കുറിച്ചും
നമ്മളുടെ RBIയും ഫിനാൻസ് മിനിസ്ട്രിയൊക്കെ തിങ്ക് ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രീൻ ടാക്സോണമി സിസ്റ്റം ഒക്കെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളുടെ മാനുഫാക്ചറിങ് കാര്യങ്ങളും ഒക്കെ നടക്കുമെന്നും ഇനിയുള്ള ഫ്യൂച്ചർ മോണിറ്ററി പോളിസി കാൽക്കുലേഷൻസിലെല്ലാം ഇതുപോലെ RBI കൂടുതലായിട്ടുള്ള ഒരു ഫോക്കസ് ഈ പറഞ്ഞ ക്ലൈമറ്റ് ഷോക്സിനും ഒക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള എഡിറ്റോറിയലാണ്. ഓക്കെ, അപ്പൊ എഡിറ്റോറിയൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വായിച്ച് നേരെ മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ ഇവിടെ നല്ലൊരു ആർട്ടിക്കിൾ ഉണ്ട്, എ 3-dimensional വ്യൂ ഓഫ് ദ ഇസ്രായേൽ-ഇറാൻ ക്രൈസിസ് എന്ന് പറഞ്ഞ്. ഇത് നിങ്ങൾ താല്പര്യമുള്ളവരല്ല, എന്റെ അഭിപ്രായത്തിൽ എല്ലാവരും വായിച്ചു നോക്കുക. കാരണം ഇത് വേറെ ഒന്നുമല്ല, ഈ ന്യൂസ് പേപ്പറിൽ നമുക്കിപ്പം ഫുള്ളി പൊളിറ്റിക്കൽ ന്യൂസുകളാണ്, വളരെ കുറച്ച് ന്യൂസുകളെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ന്യൂസുകൾ നേരെ വായിച്ചു നോക്കണം. ആ 2 എഡിറ്റോറിയൽസ്, അതുപോലെ ഈ ആർട്ടിക്കിൾ വായിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. കാര്യം ഇസ്രായേൽ പിന്നെ ഇറാൻ ക്രൈസിസിനെ കുറിച്ചൊക്കെ ഏകദേശം ഒരു അവബോധം ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു 1-2 വീഡിയോ, നമ്മളെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ. അതല്ലാതെ ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറഞ്ഞ ചാനലിൽ ഇസ്രായേലും ഇറാനും തമ്മിലൊരു യുദ്ധം ഉണ്ടായാൽ എങ്ങനെയൊക്കെ ആയിരിക്കും ബാധിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടേക്കുന്ന വലിയ വീഡിയോ, ഷോർട്സ് അല്ല, വലിയ വീഡിയോ. അപ്പൊ അതും വേണമെങ്കിൽ ഒന്ന് കണ്ടുപോകുക. അതിനുശേഷം ഈ സ്റ്റാൻലി ജോണി എന്ന് പറഞ്ഞ പുള്ളി കിടിലം ആർട്ടിക്കിൾസ് എഴുതുന്ന ഒരാളാണ്, സ്റ്റാൻലി ജോണി, ഇന്റർനാഷണൽ റിലേഷനെ കുറിച്ച്. അദ്ദേഹം എഴുതിക്കുന്ന ഈ ഒരു ആർട്ടിക്കിൾ വായിച്ചു നോക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. അപ്പൊ ഇസ്രായേൽ-ഇറാൻ ക്രൈസിസ് ഞാൻ ഇത് വായിച്ചു നോക്കി. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയം എനിക്കില്ല, ഇസ്രായേൽ-ഇറാൻ ക്രൈസിസിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇപ്പോഴത്തെ ഇംപ്ലിക്കേഷൻസിനെ കുറിച്ചും ഒക്കെ. ഇതൊന്ന് വായിച്ചു നോക്കാം. ഞാൻ പറഞ്ഞ എന്റെ വീഡിയോ കൂടെ കണ്ടിട്ട്, എന്റെ വീഡിയോ കണ്ട് നിങ്ങൾ വ്യൂ കൂട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്, അത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ കണ്ടതിന് ശേഷം ഇത് വായിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ ഇതൊന്നും വേണ്ട, ഈ പേജിലുള്ള കാര്യങ്ങളൊന്നും വേണ്ട. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിൽ അതുപോലൊരു നല്ല ആർട്ടിക്കിൾ ഉണ്ട്. താല്പര്യമുള്ളവർ വായിച്ചു നോക്കി. ഇത് ഞാൻ പിന്നെ താല്പര്യമുള്ളവരെന്നേ പറയുന്നത് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷെ ഇതിൽ നമുക്ക് ആവശ്യമുള്ള 1-2 പോയിന്റ്സ് ഉണ്ട്, അത് ഇപ്പൊ പറഞ്ഞുതരാം. ദ സിഗ്നിഫിക്കൻസ് ഓഫ് കാരിയർ ഏവിയേഷൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഇത് സംഭവം എന്ന് പറയുന്നത് ഇന്ത്യ ഇൻഡിജിനസ്ലി എയർക്രാഫ്റ്റ് കാരിയർ ഇപ്പോൾ ഉണ്ടാക്കി. എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്പ് IAC എന്ന് എഴുതിയത് ഇൻഡിജിനസ്ലി മെയ്ഡ് എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്പ് എന്നുള്ളതാണ്. അത് ഇന്ത്യ ഇപ്പൊ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതിനാണല്ലോ ഇൻഡിജിനസ്ലി എന്ന് പറയുന്നത്. അത് അങ്ങനെ ഉണ്ടാക്കിയ എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്പിന്റെ പേര് വിക്രാന്ത് എന്നാണ്. ഇത് നമ്മളുടെ കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലാണ്, കൊച്ചിൻ ഷിപ്പ് യാർഡിലാണ് ഈ ഒരു INS. ഇതിന്റെ പേര് INS വിക്രാന്ത് എന്നാണ്. INS ഇന്ത്യൻ നേവൽ ഷിപ്പ് ആകുമ്പോൾ എപ്പോഴും INS വിക്രാന്ത്, INS എന്ന് മുന്നേ വരുമല്ലോ, INS വിക്രാന്ത്. ഇതല്ലാതെ ഇന്ത്യക്ക് വേറൊരു എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്പും ഉണ്ട്. അതിന്റെ പേര് INS വിക്രമാദിത്യ എന്നാണ്. INS വിക്രമാദിത്യ. ഇത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല, ഇത് നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങി നമ്മൾ ഇന്ത്യൻ പേരാക്കിയതാണ് INS വിക്രമാദിത്യ. ഈ INS വിക്രാന്ത് ഇൻഡിജിനസ്ലി ബിൽഡ് എയർക്രാഫ്റ്റ് ആണ്. ഫസ്റ്റ് ഇൻഡിജിനസ്ലി ബിൽഡ് എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്പ് ഓഫ് ഇന്ത്യ ആണ് INS വിക്രാന്ത്. ഇനി മൂന്നാമതൊരു എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്പും കൂടെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഇന്ത്യ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ചൈനയ്ക്ക് 4 എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്പ് കണ്ടുണ്ട്. ഇത് എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അത് ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ടെക്നോളജിയൊക്കെ അപ്ലൈ ചെയ്യുന്ന ഭയങ്കര ഭീമാകരമായിട്ടുള്ള ഷിപ്പുകളാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് എയർക്രാഫ്റ്റുകൾക്ക് പറന്ന് പൊങ്ങാനും താഴാനും അവിടെ ഇറങ്ങാനും ഒക്കെ പറ്റും. കുറെ എയർക്രാഫ്റ്റുകളെ ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ് മിക്ക എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്പുകൾ. നമ്മളുടെ INS വിക്രാന്ത് എന്ന് പറയുന്ന കൊച്ചിൻ ഷിപ്പ് യാർഡിൽ നിർമ്മിച്ച നമ്മളുടെ സ്വന്തം ഇൻഡിജിനസ്ലി ബിൽഡ് എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്പിൽ നമ്മൾ ഉപയോഗിക്കാൻ പോണത് റാഫേൽ M എന്ന് പറയുന്ന ഫൈറ്റർ എയർക്രാഫ്റ്റുകളായിരിക്കും. ഇത് നമ്മൾ വാങ്ങാൻ പോണതേ ഉള്ളൂ. ഇത് ഫ്രാൻസിന്റെയാണ്, ഫ്രാൻസിന്റെ റാഫേൽ M. ഓൾറെഡി ഫ്രാൻസിന്റെ റാഫേൽ എന്ന് പറയുന്ന ഫൈറ്റർ എയർക്രാഫ്റ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് എയർഫോഴ്സിന് വേണ്ടിയിട്ടാണ്. ഇത് നേവി അല്ലേ, നേവൽ ഷിപ്പ് അല്ലേ ഇത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നേവൽ വെർഷൻ വേണം. അപ്പൊ നമ്മൾ ഓൾറെഡി വാങ്ങിയിട്ടുള്ള റാഫേൽ നമ്മളുടെ ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട്. അത് 10-36 നമ്മൾ വാങ്ങി റാഫേൽ ഫൈറ്റ്. അതൊരു MMRCA കൈൻഡ് ഓഫ് ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ്. MMRCA എന്ന് പറഞ്ഞാൽ മീഡിയം മൾട്ടി റോൾ കോമ്പാറ്റ് എയർക്രാഫ്റ്റ്. MMRCA ആണ് റാഫേൽ നമ്മൾ ഫ്രാൻസിന്റെ നിന്ന് വാങ്ങിയത്. അതേ കമ്പനിയുടെ തന്നെ റാഫേൽ M എന്ന് പറയുന്ന നേവൽ വെർഷൻ നമ്മൾ ഇതിന്റെ യൂസിന് വേണ്ടിയിട്ട് ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങാൻ പോവുകയാണ്. അതൊക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെ ഈ പേജ് ഒന്നും നമുക്ക് ആവശ്യമില്ല. നെക്സ്റ്റ് പേജ് പോകുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു വലിയ ന്യൂസ് ഉണ്ട്, ഇവിടെ വെച്ച് അത് ഡിസ്കസ് ചെയ്തോളാം. നേരത്തെ പറഞ്ഞതാണ് ഇന്ത്യസ് ചൈനീസ് ഇമ്പോർട്ട് ബിൽ അപ് 2.3 times in 15 years. അതായത് കഴിഞ്ഞ 15 വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 15 വർഷം മുമ്പ് നമ്മൾ ചൈനയുടെ കയ്യിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന എത്രയാണോ അതിന്റെ 2.3 times ആണ് നമ്മൾ ചൈനയിൽ നിന്ന് ഇപ്പൊ ഇമ്പോർട്ട് ചെയ്തത്. ഏതാണ്ട് 101 ബില്യൺ 101 ബില്യൺ
ഡോളറിന്റെ വർത്ത് പ്രോഡക്ട്സ് ആണ് നമ്മൾ ചൈനയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓരോ വർഷം ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യയുടെ മൊത്തം ഇമ്പോർട്ടിന്റെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ നമ്മൾ മൊത്തം ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ ഏതാണ്ട് 15% ചൈനയിൽ നിന്നാണ്. നമ്മൾ മൊത്തം ഇമ്പോർട്ടിന്റെ ഏതാണ്ട് 15% ചൈനയിൽ നിന്നാണ്, ബാക്കി 85% ബാക്കി എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഉള്ള US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ചൈന ഇന്ത്യയുടെ എനിമി ആണെങ്കിലും ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ചൈന ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ അത് മാറിയില്ലെങ്കിൽ ഫ്യൂച്ചറിൽ വലിയ പ്രശ്നം ഉണ്ടാവും. വേറൊരു കാര്യം, അതേ സമയത്ത് ഇന്ത്യയുടെ ഇമ്പോർട്ട് അങ്ങോട്ടുള്ള എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ വെറും $16 ബില്യൺ അങ്ങനെ കണ്ടേ ഉള്ളൂ. അത് എഴുതണ്ട, പറഞ്ഞേ ഉള്ളൂ, ഏതാണ്ട് അത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മളുടെ എക്സ്പോർട്ട് കൂടുന്നില്ല, പക്ഷെ ഇമ്പോർട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇത് സംഭവിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാവും. എന്താണ് ട്രേഡ് ഡെഫിസിറ്റ്? രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡില് ഉള്ള വാല്യൂല് ഡിഫറൻസ് ആണ് ട്രേഡ് ഡെഫിസിറ്റ്. ഈ ട്രേഡ് ഡെഫിസിറ്റ് ഇൻ ഫേവർ ഓഫ് ചൈനയാണ്. കാര്യം അവരെ നമ്മൾ ഇങ്ങോട്ട് ഇഷ്ടം പോലെ ഇമ്പോർട്ട് ചെയ്യുന്നു, നമ്മൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന കുറവാണ്. സോ സ്വാഭാവികമായിട്ട് ട്രേഡ് ഡെഫിസിറ്റ് ഇൻ ഫേവർ ഓഫ് ചൈന ആയിരിക്കും. സോ ട്രേഡ് ഡെഫിസിറ്റ് ഇൻ ഫേവർ ഓഫ് ചൈന ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് എ കോസ് ഫോർ കൺസേൺ. അതാണ് ഈ ആർട്ടിക്കിൾ. പിന്നെ ഈ പേജിൽ കംപ്ലീറ്റ് പൊളിറ്റിക്സ്, അത് വേണ്ട. അതിനടുത്ത പേജിൽ പോകുമ്പോൾ അവിടെ ഫുൾ പൊളിറ്റിക്സ് ആണ്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇന്ന് മൺഡേയില് ബിസിനസ് പേജ് ഇല്ലല്ലോ, അതുകൊണ്ട് ഇവിടെ ഉള്ളത് മണി വൈസ് എന്ന് പറഞ്ഞ പേജാണ്, നമുക്ക് ആവശ്യമൊന്നുമില്ല. അതിനടുത്ത പേജിൽ വേൾഡ് പേജിൽ നമുക്കുള്ളത് എന്താണെന്ന് നോക്കാം. വേൾഡ് പേജിൽ തായ്ലൻഡിന്റെ ഒരു ന്യൂസ് ഉണ്ട്. തായ്ലൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തായ്ലൻഡ് എന്റെ ക്യാപിറ്റൽ ബാങ്കോക്ക് ആണ്. തായ്ലൻഡിന്റെ ക്യാപിറ്റൽ. തായ്ലൻഡിന്റെ പ്രൈം മിനിസ്റ്ററിന്റെ പേരാണ് ഇരിക്കുക. തായ്ലൻഡ് മെയിൻ കിങ് ആണ്, പക്ഷെ എന്നാലും പ്രൈം മിനിസ്റ്റർ ആണ് ഭരിക്കുന്നത്. പ്രൈം മിനിസ്റ്ററിന്റെ പേര് ശ്രദ്ധ, ശ്രദ്ധ തവ്സിൻ എന്നാണ്. തവ്സിൻ, THAVISIN, ശ്രദ്ധ തവ്സിൻ. ആരാണ്? തായ്ലൻഡിന്റെ പ്രൈം മിനിസ്റ്റർ. യമനിൽ ഹൂതി റബൽസിന്റെ കുറെ അറ്റാക്കിനെ കുറിച്ചൊക്കെ. യമൻ എന്ന് പറഞ്ഞ ഒരു രാജ്യമുണ്ട്. യമന്റെ ക്യാപിറ്റൽ സനയാണ്. യമൻ എന്ന് പറഞ്ഞ രാജ്യം, അതിന്റെ ക്യാപിറ്റൽ ഏതാണ്? സന. യമൻ ആക്ച്വലി റൂൾ ചെയ്തുകൊണ്ടിരുന്ന സുന്നി റൂളർ. ആ സുന്നി റൂളറിനെ അവിടെ നിന്ന് പുറത്താക്കിയിട്ട് അവിടെ ഭരണം ഏതാണ്ട് പിടിച്ചെടുത്ത ഷിയ മിലിറ്റന്റ് ഓർഗനൈസേഷനാണ് ഹൂതീസ്. ആക്ച്വലി ഇറാൻ ആണ് അവരുടെ ബാക്കി പ്രവർത്തിക്കുന്നത്. ഞാൻ പലതവണ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇറാന്റെ ആഗ്രഹം യമനില് ഇവര് ഹൂതീസ് വരണമെന്ന്. കാരണം എന്ന് വെച്ചാൽ എന്താണ്, ഒരു രാജ്യത്തും കൂടെ ഷിയ ഭരണം വരും. അപ്പൊ അവർക്ക് ആഗ്രഹം അതാണ്. അത് സൗദിയുടെ സപ്പോർട്ടുള്ള സുന്നി ഭരണകൂടമായിരുന്നു യമൻ ഭരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ ഹൂതീസിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് സൗദി യമനിൽ യുദ്ധം ആരംഭിക്കുന്നത്. പക്ഷെ ആ യുദ്ധം കൊണ്ടൊന്നും പ്രയോജനം ഉണ്ടായില്ല. ഇപ്പോഴും അവിടെ ഹൂതീസ് സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നു. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പോ only US can halt Israel's attack on Rafah, says Abbas. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇസ്രായേല് പാലസ്റ്റീൻ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഗാസ മേഖല മൊത്തം. അപ്പൊ അത് ആ അറ്റാക്കിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഒരു രാജ്യത്തിന്റെ ഉള്ള കപ്പാസിറ്റി ഉള്ളു. കാര്യം ഇസ്രായേലിന്റെ മുകളിൽ ഇൻഫ്ലുവൻസ് ഉള്ളത് US മാത്രമാണ്. അത് പറഞ്ഞേക്കുന്ന അബ്ബാസ് ആരാണെന്ന് അറിയാലോ? മെഹമ്മൂദ് അബ്ബാസ്, പാലസ്റ്റീന്റെ പ്രസിഡന്റ്, പാലസ്റ്റീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മെഹമ്മൂദ് അബ്ബാസ്. പിന്നെ ഇവിടെ താഴോട്ട് വരുമ്പോൾ ദുബായ് പ്ലാൻസ് ടു ബിൽഡ് വേൾഡ്സ് ലാർജസ്റ്റ് എയർപോർട്ട്. അപ്പം ഈ എയർപോർട്ട് ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതാവും ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട്. ദുബായ് അനൗൺസ്ഡ് ഓൺ സൺഡേ ദാറ്റ് വർക്ക് ഹാഡ് ബിഗൺ ഓൺ എ ന്യൂ ടെർമിനൽ അറ്റ് അൽ മക്തും ഇന്റർനാഷണൽ എയർപോർട്ട്. എന്താണ് അൽ മക്തും? MAKTOUM, അൽ മക്തും ഇന്റർനാഷണൽ എയർപോർട്ട് ദുബായിലാണ്. അതിന്റെ പുതിയ ടെർമിനൽ വരാൻ പോയി. ആ ടെർമിനലിലൂടെ വന്നു കഴിയുമ്പോൾ അത് ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ടായിട്ട് മാറും. അതാണ് അൽ മക്തും ഇന്റർനാഷണൽ എയർപോർട്ട് ദുബായ്. ഓൾറെഡി ആ എയർപോർട്ട് ഉള്ളതാ. അതിന്റെ പുതിയ ടെർമിനലിലൂടെ വരുമ്പോഴാണ് വേൾഡിലെ ഏറ്റവും വലിയ എയർപോർട്ടായിട്ട് മാറുന്നത്. അറിഞ്ഞിരിക്കുക. പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്ററായ ഇഷാഖ് ദറിനെ പാകിസ്ഥാന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. പാകിസ്ഥാന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ നമ്മൾ പഠിച്ചിട്ടും കുഴപ്പമില്ല. പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഷഹബാസ് ഷെരീഫ്. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോ, ഇഷാഖ് ദർ. പിന്നെ താഴോട്ട് വരുമ്പോ ISL, ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുള്ള ന്യൂസ് ഒക്കെ ഉണ്ടാകുന്നത് നിങ്ങൾ എപ്പോഴും പറയുന്ന ന്യൂസുകൾ. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഫുള്ള് IPL കുറിച്ചുള്ള ന്യൂസുകൾ. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ യൂബർ കപ്പിനെ കുറിച്ചുള്ള ന്യൂസ് കാണാം. യൂബർ കപ്പിൽ ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ കയറി. യൂബർ കപ്പ് എവിടെ വെച്ചാൽ, യൂബർ കപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. യൂബർ കപ്പ് എന്ന് പറഞ്ഞാൽ വിമൻ ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ആണ് യൂബർ കപ്പ്. മെൻ ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ആണ് തോമസ് കപ്പിലെ നിലവിലുള്ള ചാമ്പ്യന്മാർ ഇന്ത്യയാണ്. ഇതിപ്പം രണ്ടും നടന്നുകൊണ്ടിരിക്കുക. യൂബർ കപ്പും തോമസ് കപ്പും നടക്കുന്നത് ചെങ്ദുവിലാണ്. എവിടെയാണ്? ചൈനയിൽ. ചെങ്ദു ഇങ്ങനെയാണ്. ഇതാണ് ശരി. ഇത് ഞാൻ എഴുതിയ തെറ്റിപ്പോയതാണ്. ചെങ്ദു.
പിന്നെ ഇത്രയേ ഉള്ളൂ ഇവിടെ, വേറൊന്നും പറയാനില്ല. ഇനി അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഞാൻ ഇതാ പറഞ്ഞ ഓവർ 140 ഹെക്ടേഴ്സ് ഗട്ടഡ് ഇൻ ഉത്തരാഖണ്ഡ് ഫോറസ്റ്റ് ഫയർസ്. ഉത്തരാഖണ്ഡിലെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഉത്തരാഖണ്ഡിൽ ഫോറസ്റ്റ് ഫയർ ഉണ്ടായ കാര്യം പറഞ്ഞു. അതാണ് ഈ ന്യൂസ്, വലിയ ന്യൂസ് ആയിട്ട് അവിടെ ഉണ്ട്. പിന്നെ മിലിറ്റന്റ് സ്കിൽ 2 CRPF പേഴ്സണൽ ഇൻ മണിപ്പൂർ, അത് ഞാൻ പറഞ്ഞാണ് നേരത്തെ. CRPF എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാരാമിലിറ്ററി ഫോഴ്സ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. പാരാമിലിറ്ററി ഫോഴ്സസിൽ കുറെ എണ്ണം ഉണ്ട്. അതിൽ ഏറ്റവും വലുതാണ് CRPF. മറ്റ് പാരാമിലിറ്ററി ഫോഴ്സസ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്, BSF, CISF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്, SSB സശസ്ത്ര സീമാ ബൽ ഉണ്ട്, ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഉണ്ട്, ആസാം റൈഫിൾസ് ഉണ്ട്. അങ്ങനെ കുറെ പാരാമിലിറ്ററി ഫോഴ്സസ് ഉണ്ട്. ഓക്കെ. പിന്നെ യൂണിയൻ ഗവൺമെന്റ് റിലീസസ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട്സ് ഫോർ കർണാടക, തമിഴ്നാട്. ഈ വരൾച്ചയല്ലേ, ഡ്രോട്ട് സിറ്റുവേഷൻ അല്ലേ, അപ്പൊ ഡ്രോട്ട് റിലീഫ് കൊടുത്തതാണ് കർണാടക തമിഴ്നാടിനൊക്കെ. അതിന്റെ ന്യൂസുകളുണ്ട്. പിന്നെ ഇവിടെ ഇല്ല, ഇവിടെ വേറെ ന്യൂസുകളൊന്നും പറയാനില്ല. നെക്സ്റ്റ് പേജിൽ പോകുമ്പം ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്. കാൻ റെഫ്യൂസ് ഇൻഫർമേഷൻ അണ്ടർ RTI ബിക്കോസ് ഇറ്റ് ഈസ് ബൾക്കി, ഡൽഹി ഹൈക്കോർട്ട്. ഇപ്പൊ ഞാനിപ്പോ ഇപ്പൊ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്താണെന്ന് അറിയാലോ, വിവരാവകാശ നിയമം അല്ലെങ്കിൽ RTI ആക്ട് 2005 എന്ന് പറയും. RTI ആക്ട് 2005 വിവരാവകാശ നിയമം. ഈ വിവരാവകാശ നിയമം വെച്ച് ഞാൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഗവൺമെന്റിന്റെ ചോദിച്ചാൽ അതെനിക്ക് തരാൻ പറ്റുന്ന ഇൻഫർമേഷൻ ആണെങ്കിൽ തന്നേ പറ്റൂ. അതാണ് വിത്തിൻ 30 days തരണമെന്നൊക്കെയാണ്. ഓക്കെ. അപ്പൊ അല്ലെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ലയബിൾ ആവും പണിഷ്മെന്റിന്. ഓക്കെ. അതിൽ ഫൈൻ വരും, ചിലപ്പോൾ ഇംപ്രിസൺമെന്റ് ഒക്കെ വരും. മെയിൻലി ഫൈനാണ്. അപ്പൊ ഇതിലിപ്പോ ഒരു ഇൻഫർമേഷൻ ഒരാൾ സീക്ക് ചെയ്തപ്പോ ആ ഇൻഫർമേഷൻ ഭയങ്കര ബൾക്കിയാണ്, ഭയങ്കര വലുതായതുകൊണ്ട് കൊടുക്കാൻ പറ്റൂല എന്ന് അവർ പറഞ്ഞു, ഡിപ്പാർട്ട്മെന്റ്. പക്ഷെ ഡൽഹി ഹൈക്കോർട്ട് പറഞ്ഞേക്കുന്നത് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ബൾക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ കൊടുക്കാൻ പറ്റുന്ന റിപ്പോർട്ടാണെങ്കിൽ കൊടുത്തേ പറ്റുള്ളൂ. ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം, ഈ ഞാൻ പറഞ്ഞു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 മൻമോഹൻ സിംഗിന്റെ പീരീഡിൽ കൊണ്ടുവന്ന ഒരു ആക്ട് ആണ്. ഇത് ഇന്ത്യയിൽ നടപ്പാക്കേണ്ടത് CIC ആണ്, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. ഇവരാണ് ഇത് നടപ്പാക്കേണ്ടത്. CIC സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. ഈ CIC സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന് ഒരു ഉദ്യോഗസ്ഥനുണ്ട്. ആ ഉദ്യോഗസ്ഥനാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. അയാളെ പേരും CIC എന്ന് തന്നെ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ എന്ന് പറയുന്നത്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. ഈ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരെന്ന് എപ്പോഴും പഠിച്ചു വെച്ചാണ്, ഹീരാലാൽ സമരിയ ആണ്. ഹീരാലാൽ സമരിയ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ, ഹീരാലാൽ സമരിയ ആയിരുന്നു. മാറിയിട്ടുണ്ട്, അങ്ങനെ ഉണ്ടാകുന്ന ചെക്ക് ചെയ്തോളാം. ഹീരാലാൽ സമരിയ. ഓക്കെ. എത്രയാണ് അവിടെ പറയാനുള്ളത്. അതിനടുത്ത പേജിൽ പോകുമ്പോ ഇവിടെ ഒരു കാര്യം, അലഹബാദ് ഹൈക്കോർട്ടിന്റെ ഒരു ന്യൂസ് ഉണ്ട്. വേറൊന്നും ഈ പേജ് പറയാമല്ലോ. അലഹബാദ് ഹൈക്കോർട്ട്, ഞാൻ ജസ്റ്റ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, അലഹബാദ് ഹൈക്കോർട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈക്കോർട്ട്. ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് ഹൈക്കോർട്ടാണ് അലഹബാദ് ഹൈക്കോർട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഉത്തർപ്രദേശാണ് ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്. അതായത് ഉത്തർപ്രദേശിനെക്കാളും പോപ്പുലേഷൻ ഉള്ള ലോകത്ത് 5 രാജ്യങ്ങളിലും കണ്ടേ ഉള്ളതാണ് എന്റെ വിശ്വാസം. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഈ ലോകത്തിലെ 5 or 6 കൺട്രീസിൽ അതിൽ മാത്രമേ ഉത്തർപ്രദേശിനെക്കാളും പോപ്പുലേഷൻ ഉള്ളൂ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് ആണ് ഉത്തർപ്രദേശ്. ആ ഉത്തർപ്രദേശിന്റെ ഹൈക്കോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോർട്ട്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോർട്ട് ഏതാണ്? ഉത്തർപ്രദേശ് ഹൈക്കോർട്ട്. അതേതാണ്? അലഹബാദ് ഹൈക്കോർട്ടാണ്. ഇനി അതിനടുത്ത പേജ് പോകുമ്പോ ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. ക്യാഷ്ലെസ് ട്രാവൽ ടു ബി എ റിയാലിറ്റി ഓൺ ഗവൺമെന്റ് റൺ ബസ്സസ് ഇൻ കർണാടക. കർണാടകത്തിലെ ഗവൺമെന്റ് ബസ്സസിൽ നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് ട്രാവൽ ചെയ്യാനുള്ള കാര്യം ഉടനെ നടക്കും. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റിലെയും ബസ്സുകളിൽ അത് പറ്റത്തില്ല. കാര്യം നമുക്കിപ്പം ഗൂഗിൾ പേ, ഫോൺ പേ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച്, അതായത് UPI പേയ്മെന്റ് ഉപയോഗിച്ച്, UPI യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് പേയ്മെന്റ് ഉപയോഗിച്ച്, UPI പേയ്മെന്റ് ഉപയോഗിച്ച് നമുക്ക് ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ? ഇല്ല. ബസ്സിൽ നമ്മൾ എപ്പോഴും ക്യാഷ് തന്നെ കൊടുക്കണം. പക്ഷേ കർണാടകത്തിൽ, ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കണം കർണാടകത്തിൽ UPI പേയ്മെന്റ്, അതായത് നമുക്ക് ഫോൺ പേയും ഗൂഗിൾ പേ ഒക്കെ വെച്ച് ക്യാഷ് പേ ചെയ്ത്, അതായത് ക്യാഷ്ലെസ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. അതിന്റെ കാരണം ഈ കർണാടക RTC, KSRTC എന്നുള്ള പേര് ഇപ്പൊ കർണാടകത്തിനാണ്. ഇപ്പം പണ്ട് കേരളം അത് ഉപയോഗിച്ചിരുന്നു. അവസാനത്തെ കേസായി കർണാടകത്തിനാണ് വിധിച്ചു. KSRTC അവർക്കുള്ളതാണ്.
ഈ കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് അവരാണ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇന്ത്യയിൽ നടപ്പാക്കിയേക്കുന്നത്. പ്രോഫിറ്റബിളും ആണ്. നമ്മളിവിടുത്തെ KSRTC പോലെ നഷ്ടമൊന്നും അല്ല. ഓക്കെ, അപ്പൊ അവരതുകൊണ്ട് പല പല നല്ല കാര്യങ്ങൾ അവിടെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നാഗാലാൻഡ് ടു ഹോൾഡ് സിവിക് പോൾസ് ആഫ്റ്റർ 20 years ആഡ്സ് വിമൻസ് കോട്ട എന്നൊരു ന്യൂസ് ഉണ്ട്. അതായത് നാഗാലാൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആണ് നാഗാലാൻഡ്. കുറെ വിഷയങ്ങളുള്ള നാഗാ പ്രോബ്ലം ഒക്കെ ഉള്ള സ്റ്റേറ്റ് ആണ് നാഗാലാൻഡ്. ഈ നാഗാലാൻഡിൽ പൊതുവെ പൊളിറ്റിക്സിൽ വിമൻ റെപ്രസെന്റേഷൻ ഭയങ്കര കുറവാണ്. നാഗാലാൻഡ് അസംബ്ലിയിൽ ആദ്യമായിട്ട് ഒരു വുമൻ MLA കൊണ്ടാന്ന് ഈ ഇടയ്ക്കാണ്. പിന്നെ അവർ മന്ത്രിയൊക്കെ ആക്കി, അങ്ങനെ ഫസ്റ്റ് വുമൻ മിനിസ്റ്റർ ഒക്കെ അവര്. നാഗാലാൻഡില് ഈ നമ്മളുടെ എല്ലായിടത്തും എല്ലാ സ്റ്റേറ്റുകളിലും 33% റിസർവേഷൻ ഉണ്ട് പഞ്ചായത്ത് ഇലക്ഷനിൽ സ്ത്രീകൾക്ക്. അത് ഇത്രയും കാലം ഇല്ലായിരുന്നു. നാഗാലാൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം അവരുടെ ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ 33% റിസർവേഷൻ വിമനിന് കൊടുത്തുകൊണ്ട് അവരവിടെ ഇലക്ഷൻ നടത്താൻ വേണം. അതാണ് വലിയ ന്യൂസ് ആയത് അവിടെ. നാഗാലാൻഡിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ പേര് നെഫ്യൂ റിയോ എന്നാണ്. നാഗാലാൻഡിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ പേര് നെഫ്യൂ റിയോ. നെക്സ്റ്റ് പേജിൽ ഫുൾ പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ അവിടെ ഈ പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ICICI ബാങ്കിന്റെ പ്രോഫിറ്റിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ICICI ബാങ്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞിരേണ്ട ആവശ്യമില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് HDFC ബാങ്ക് ആണ്. സെക്കൻഡ് ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ICICI ബാങ്ക് ആണ്. ഏറ്റവും വലിയ ബാങ്ക് നിങ്ങൾക്കറിയാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. മൊത്തത്തിൽ നോക്കുക ഏറ്റവും വലിയ ബാങ്ക് SBI ആണ്. അപ്പൊ SBI ബിഗ്ഗസ്റ്റ് ബാങ്ക്, ബിഗ്ഗസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് HDFC, സെക്കൻഡ് ബിഗ്ഗസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ICICI. ഈ മൂന്നെണ്ണം ഞാൻ ഇവിടെ എഴുതിയിടാൻ വേറൊരു കാര്യമുണ്ട്. ഈ മൂന്ന് പേരെയും കൂടെ ചേർത്ത് SIB എന്നാണ് RBI പറഞ്ഞേക്കുന്നത്. SIB എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ബാങ്ക്സ്. ഈ മൂന്ന് ബാങ്കുകൾ മാത്രമാണ് ഇന്ത്യയിലെ SIB എന്നറിയപ്പെടുന്നത്, സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ബാങ്ക്സ്. അതിനെ പറഞ്ഞ വേറൊരു പേര് ടു ബിഗ് ടു ഫെയിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ അത്രയും ബിഗ് ആണ് ഇന്ത്യയുടെ എക്കണോമിക് സിസ്റ്റത്തിന് താങ്ങി നിർത്തുന്ന ഈ മൂന്ന് ബാങ്കുകളാണ്. അതുകൊണ്ട് തന്നെ ടു ബിഗ് ടു ഫെയിൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് ഫെയിൽ ആകൂല എന്നൊരു അർത്ഥമുണ്ട്. രണ്ടാമതൊരു അർത്ഥം എന്ന് വെച്ചാൽ അതിന് ഫെയിൽ ആവാൻ സമ്മതിക്കൂലെന്നും. ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ആ ബാങ്കുകൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഗവൺമെന്റ് അവരെ താങ്ങി നിർത്തി. ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, ഇഫ് സംതിങ് ഹാപ്പൻസ് ടു HDFC ബാങ്ക്, then ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിൽ ഇൻവോൾവ് ഇൻ ദാറ്റ് മാറ്റർ ആൻഡ് ട്രൈ ടു സ്റ്റെബിലൈസ് ദാറ്റ് ബാങ്ക്. അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. അതുകൊണ്ടാണ് SIB എന്ന് പറയുന്നത്, സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ യെസ് ബാങ്ക്, IDFC ബാങ്ക്, ഇതെല്ലാം പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ. അതിനെ കുറിച്ചുള്ള കുറെ ന്യൂസുകളൊക്കെ കാണാം. പിന്നെ ഇവിടെ താഴോട്ട് വരുമ്പോൾ ഒരു കാര്യം പറയാം. ഇന്ത്യ സെറ്റ് ടു സൈൻ ട്രേഡ് ഡീൽ വിത്ത് ഒമാൻ ടു എക്സ്പാൻഡ് ഇറ്റ്സ് വെസ്റ്റ് ഏഷ്യ ടൈസ്. നമ്മൾ ഓൾറെഡി റീസെന്റ് ആയിട്ട് ഒരു FTA ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് UAE-യുമായിട്ട് സൈൻ ചെയ്തായിരുന്നു. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര വ്യാപാര കരാർ അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നമ്മൾ ഈ ഇടയ്ക്ക് UAE-യുമായിട്ട് സൈൻ ചെയ്തു. സിമിലർലി ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അല്ല, എന്നാൽ അത്യാവശ്യം ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ട്രേഡ് എഗ്രിമെന്റ് നമ്മൾ ഒമാനുമായിട്ടും സൈൻ ചെയ്യാൻ വേണം. ഒമാൻ എന്ന് പറഞ്ഞൊരു സ്മോൾ കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ UAE-യുമായിട്ട് ഇന്ത്യക്കുള്ള അത്രയും ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഒന്നും നമുക്ക് ട്രേഡ് ഒമാനുമായിട്ടില്ല. പക്ഷെ സ്റ്റിൽ ഒമാന്റെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ, അതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഇന്ത്യൻ ഓഷനിലെ അറേബ്യൻ സീയിലും ഒക്കെ ഈ ഹൂതീസ് അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ അറ്റാക്ക് കൊണ്ട് നമുക്ക് പലപ്പോഴും വല്ല പ്രോബ്ലംസോടെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഒമാൻ പോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഇത്തരത്തിലുള്ള ട്രേഡ് പാക്റ്റുകൾ അതിന്റെ സ്ട്രാറ്റജിക് ലൊക്കേഷൻസ് കൊണ്ട് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇവിടെ അത് എഴുതിയിട്ടുണ്ട്. ഒമാൻ എന്ന് പറഞ്ഞാൽ ഗേറ്റ് വേ ടു ദ നാരോ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ആണ്. നാരോ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആണ് ഒമാൻ. അത് ഒമാനെയും ഇറാനെയും കണക്ട് ചെയ്യുന്നതാണ് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഒമാനെയും ഇറാനെയും കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഇതിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആണ് ഒമാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒമാനുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിക് കരാർ ഇന്ത്യക്ക് അത്യാവശ്യമാണ്. അപ്പൊ ഗ്ലോബൽ ഓയിൽ ഷിപ്മെന്റിന്റെ മേജർ ആയിട്ടുള്ള ട്രേഡ് എല്ലാം നടക്കുന്ന ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഒക്കെ കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് നമുക്ക് അവിടേക്ക് ഒരു ആക്സസ് ഈസി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒമാനുമായിട്ട് ഇത് വേണ്ടി വരും. അതുകൊണ്ടാണ് ഒമാനുമായിട്ട് നമ്മൾ ഫ്രീ ട്രേഡ് അഗ്രിമെന്റിന് സമാനമായ ഒരു ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ WTO ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. WTO നിങ്ങൾക്ക് അറിയാം, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന. WTOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് WTOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. പിന്നെ സെന്റർ അലൗസ് എക്സ്പോർട്ട് ഓഫ് 1 lakh tons ഓഫ് ഒനിയൻ ടു 6 countries. ഈ ഉള്ളിയുടെ എക്സ്പോർട്ട് കുറെ കാലത്ത് ബാൻ ചെയ്ത് വെച്ചേക്കാറ്. പക്ഷെ 6 രാജ്യങ്ങളിലേക്ക് 1 ലക്ഷം ടൺ 1 lakh ton
ഒനിയൻ എക്സ്പോർട്ട് ചെയ്യാൻ ഗവൺമെന്റ് അനുവദിച്ചേക്കാണ്. അത് മെയിൻലി UAE, ശ്രീലങ്ക, ബംഗ്ലാദേശ്, പിന്നെ 3-4 വേറെ രാജ്യങ്ങളും ഉണ്ട്. എല്ലാം കൂടെ ചേർത്ത് 6 രാജ്യങ്ങൾ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഇതും കൂടെ അറിഞ്ഞിരിക്കുക. NCEL അതുവഴി എക്സ്പോർട്ട് ചെയ്യാവുള്ളത്. NCEL എന്ന് പറഞ്ഞാൽ നാഷണൽ കോഓപ്പറേറ്റീവ് എക്സ്പോർട്സ് ലിമിറ്റഡ്. നാഷണൽ കോഓപ്പറേറ്റീവ് എക്സ്പോർട്സ് ലിമിറ്റഡ്, NCEL, നാഷണൽ കോഓപ്പറേറ്റീവ് എക്സ്പോർട്സ് ലിമിറ്റഡ്. പിന്നെ USFDA കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. യുഎസിന്റെ നമുക്ക് FSSAI എന്നൊക്കെ പറയത്തില്ലേ, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പൊ US ഇതുപോലെയുള്ള ഒരു സംഭവമാണ് USFDA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. അത് ഫുഡ് മാത്രമല്ല, മരുന്നുകളും അത് അവരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. USFDA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. ഹൗ ഡു എക്സ്ട്രീം വിൽ ന്യൂ ഇൻഷുറൻസ് റൂൾസ് ഹെൽപ്പ് സീനിയർ സിറ്റിസൺസ് എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. അതെന്തിനെ കുറിച്ചായിരിക്കും? ഈ ഇടയ്ക്ക് IRDAI, ഇന്ത്യയുടെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി, ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടറിന്റെ റെഗുലേറ്റർ, ഹെൽത്ത് ഇൻഷുറൻസുകളുടെ പ്രായപരിധി 65 വയസ്സുള്ള എടുത്ത് കളഞ്ഞില്ലേ, ഞാൻ അത് നിങ്ങളുടെ ഡിസ്കസ് ചെയ്തതാണ്. അതാണ് അതിനെ കുറിച്ചാണ്. IRDAI ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടർ റെഗുലേറ്റർ ആൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ഹൈദരാബാദ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ചീഫിന്റെ പേര് IRDAI ചെയർമാൻ ദേബാശിഷ് പാണ്ഡ, IRDAയുടെ ചെയർമാൻ. പിന്നെ നെക്സ്റ്റ് പേജ് ടർബുലൻസ് ഇൻ ദ സ്കൈ എന്ന് പറഞ്ഞത് ബോയിങ്ങിനെ കുറിച്ചാണ്. ഈ ബോയിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ബോയിങ്ങും എയർബസും ഇത് രണ്ടുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനികൾ. എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് കമ്പനികൾ. ബോയിങ് US-ൻ്റെതും എയർബസ് ഫ്രാൻസിന്റെയാണ്. പക്ഷെ ബോയിങ് ലോകത്തിലെ ഏറ്റവും കരുത്തരായിട്ടുള്ള എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് കമ്പനിയായിട്ട് നിൽക്കുമ്പോൾ അവർ കുറെ പ്രശ്നങ്ങൾ നേരിടും. ഈ ഇടയ്ക്ക് ബോയിങ്ങിന്റെ ഒരു മോഡൽ തന്നെ, ബോയിങ് ഉണ്ടാക്കിയ ഒരു വിമാന മോഡൽ തന്നെ പ്രശ്നത്തിലായി. പല രാജ്യങ്ങളും അത് വേണ്ടെന്നൊക്കെ വെച്ചു, അത് ഗ്രൗണ്ട് ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നെ ഈ ഇടയ്ക്ക് ബോയിങ്ങിന്റെ ചില വിമാനങ്ങളുടെ ഓൺ എയറിൽ പറന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കൊക്കെ അതിന്റെ കോക്പിറ്റിലും ഒക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. അതിനെ കുറിച്ചുള്ളൊരു ന്യൂസാണ് ബോയിങ്ങിനെ കുറിച്ച്. പിന്നെ നൈമ ഖത്തൂൺ, ഞാൻ അത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ പറഞ്ഞാണ് ഈ നൈമ ഖത്തൂണിനെ കുറിച്ച്. നൈമ ഖത്തൂൺ ആരാണ്? അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് വുമൻ വൈസ് ചാൻസലറാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് വുമൻ വൈസ് ചാൻസലർ. ഏതാണ്ട് 100 years ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. ആദ്യമായിട്ടാണ് അതിലൊരു ഒരു വുമൻ വൈസ് ചാൻസലർ ഉണ്ടാവുന്ന. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. പിന്നീട് അടുത്തായിട്ട് പറയാനുള്ളത് നമ്മളുടെ വേൾഡ് പേജിൽ ചില കാര്യങ്ങളാണ്. വേൾഡ് പേജിൽ ഒരു സെക്കൻഡ്. വേൾഡ് പേജിൽ സ്പെയിനിന്റെ പ്രൈം മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. സ്പെയിനിന്റെ പ്രൈം മിനിസ്റ്റർ പെഡ്രോ സാഞ്ചസ് ആണ്. സ്പെയിനിന്റെ പ്രൈം മിനിസ്റ്റർ പെഡ്രോ സാഞ്ചസ് ആണ് സ്പെയിനിന്റെ പ്രൈം മിനിസ്റ്റർ. പിന്നെ US sets up new federal board to advise on safe secure use of AI എന്നൊരു ന്യൂസ് ഉണ്ട്. പിന്നെ ഹമാസിനെ കുറിച്ചൊരു ന്യൂസ്. പിന്നെ ഒരു ന്യൂസ് ഉള്ള പുടിൻ ഡിഡ് നോട്ട് ഓർഡർ നവൽനീസ് ഡെത്ത് എന്ന് പറയുന്നൊരു ന്യൂസ് ഉണ്ട്. നവൽനി നിങ്ങൾക്ക് അറിയാം, അലക്സി നവൽനി ഇടയ്ക്ക് ജയിലിൽ മരിച്ചുപോയ റഷ്യക്കാരനായ ഒപ്പോസിഷൻ ലീഡറാണ്. പക്ഷെ ആ ഒപ്പോസിഷൻ ലീഡറിന്റെ കില്ലിംഗ് പുടിനാണ് ഓർഡർ ചെയ്തെന്നൊക്കെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അമേരിക്കയുടെ ചാര സംഘടനകൾ അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് പറയുന്ന പുടിൻ ഓർഡർ ചെയ്തെന്നോ അല്ല നവൽനിയുടെ ഡെത്ത് സംഭവിച്ചെന്നുള്ളൊരു ന്യൂസാണ്. പിന്നെ യൂറോപ്പിലെ ഫുട്ബോൾ ലീഗുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ. ലാ ലിഗ സ്പെയിനിന്റെ ഫുട്ബോൾ ലീഗ്, ബുണ്ടസ് ലീഗ ജർമ്മനിലെ ഫുട്ബോൾ ലീഗ്, ലാ ലിഗ സ്പെയിനിന്റെ ഫുട്ബോൾ ലീഗ്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇംഗ്ലണ്ടിന്റെ ഫുട്ബോൾ ലീഗ്, സിരി എ ഇറ്റലിയുടെ ഫുട്ബോൾ ലീഗ്. ഇതിനെ കുറിച്ചുള്ള ന്യൂസുകൾ ഇവിടെ ഉണ്ട്. സിരി എ, ബുണ്ടസ് ലീഗ, ലാ ലിഗ, പ്രീമിയർ ലീഗിനെ കുറിച്ചൊക്കെയുള്ള. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ എല്ലാ ദിവസത്തെയും പോലെ IPL ഉണ്ട്. പിന്നെ യൂബർ കപ്പിനെ കുറിച്ചുള്ള ന്യൂസ്. യൂബർ കപ്പും തോമസ് കപ്പും ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിനെ കുറിച്ചുള്ള ന്യൂസുകളുണ്ട്. ചെങ്ദൂര് വെച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചൈനയിൽ. പിന്നെ ഇത്രയാണ് നമ്മളുടെ ഈ 2 ദിവസത്തെ ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞത്. താങ്ക് യു.